വെൽക്കം ബാക്ക് ടു HR ടോക്സ് ബൈ അമേരിക്കൻ മലയാളി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാറ്റ് GPT കുറിച്ചാണ്. നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാക്കി. ഇപ്പം എല്ലായിടത്തും ചാറ്റ് ജി പി ടി ഉപയോഗിച്ചാണ് എല്ലാവരും അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ചാറ്റ് GPT മാൻ പവർ ഉള്ള കമ്പനി കുറയ്ക്കാൻ കാരണമായേക്കാം. അങ്ങനെ ചാറ്റ് GPT ആണ് ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയം. ചാറ്റ് GPT അങ്ങനെ മറ്റുള്ളവരെങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മുമ്പോട്ട് എങ്ങനെയായിരിക്കും ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനും എൻ്റെ കമ്പനിയിൽ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ എങ്ങനെയാണ് ചാറ്റ് GPT യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ചാറ്റ് GPT ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പെയ്ഡ് ആകാനുള്ള ചാൻസസ് എല്ലാം കാണുന്നുണ്ട്. കാരണം ഇത് ആക്ച്വലി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ chatgpt.com പോയാൽ ഒരു ബേസിക്കലി ഒരു വെബ്സൈറ്റാണ്, ഒരു മെസ്സേജ് മെനു പോലത്തെ ഒരു മെനു വരും. അപ്പം ഡു നോട്ട് ലോഗിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു ഇത് കൊടുത്താൽ നമുക്ക് എന്തും ചോദിക്കാം. അപ്പം പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ HR ആയതുകൊണ്ട് ഇത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാവുന്ന പോലെ ആ ഒരു സമ്മറി എഴുതിയിട്ട് അതങ്ങ് ചാറ്റ് GPT ഇട്ടിട്ട് പ്ലീസ് കൺവേർട്ട് ടു ഇൻവെസ്റ്റിഗേഷൻ സമ്മറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ സമ്മറി ആയിട്ട് അത് അവർ തന്നെ അതിടും. വന്നിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ്, നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താ എന്നൊക്കെ റെക്കമെൻഡേഷൻ വരും. നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് ശരിയാക്കിയാൽ മതി. ഇതുപോലെ ഞാൻ വേറെ യൂസ് ചെയ്ത് നമ്മളിപ്പം വെക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് ഞാൻ കാനഡ മോൺട്രിയലും ഒക്കെ വാഷിംഗ്ടൺ DC പോയത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് സ്ഥലങ്ങളോ ഒന്നും അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ചാറ്റ് GPT നമ്മുടെ റിക്വയർമെന്റ്, നമ്മൾ പിള്ളേരെ കൊണ്ട് പോകുന്നു, അപ്പം ചൈൽഡ് ഫ്രണ്ട്ലി പ്ലേസസ് വേണം, ചൈൽഡ് ഫ്രണ്ട്ലി ഹോട്ടൽ വേണം, നമ്മുടെ ബഡ്ജറ്റ് ഇതാന്ന് പറഞ്ഞാൽ എത്ര ദിവസം നിൽക്കുന്നത് അവർ Day 1, Day 2, Day 3 നമ്മുടെ ഫുൾ ഇത് അവർ നമുക്ക് ഇട്ട് തരും. അപ്പം അത് എന്ന് വെച്ചാൽ നമ്മുടെ റിക്വയർമെന്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. എന്ത് കാര്യം ഇപ്പം നമുക്കൊരു ഇമെയിൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന പോലെ ഇമെയിൽ അയച്ചിട്ട് ആ ഇമെയിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഇമെയിൽ കറക്റ്റ് ചെയ്ത് തരും. ബാലൻസ് ഷീറ്റ്, നമ്മുടെ നമ്പേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് അവർ കറക്റ്റ് ചെയ്ത് തരും. പിന്നെ ഇപ്പം നമ്മളൊരു ഇമെയിൽ വായിച്ചു, ഒരു മലയാളം നേറ്റീവ് സ്പീക്കർ ഉള്ളവർ ഇംഗ്ലീഷിൽ ഒരു കട്ടുകെട്ടി ഇമെയിൽ വായിച്ചിട്ട് നമുക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പ്ലീസ് കൺവേർട്ട് ഇറ്റ് ഇന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവരത് അതുപോലെയാക്കും. അപ്പൊ സിമ്പിൾ ആ ഭാഷയിലോട്ടാക്കാൻ പറഞ്ഞാൽ അത് അതുപോലെയാക്കും. സോ ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഏതൊരു പൊസിഷനിലാണ് ഇരിക്കുന്നെങ്കിലും ഇപ്പൊ എന്തെങ്കിലും അപ്ഡേറ്റ് ഞാൻ സാധാരണ നോക്കുന്ന HR അപ്ഡേറ്റ് ഫോർ 2025-2024 ന്യൂ അപ്ഡേറ്റ്സുകളൊക്കെ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ ഇഷ്ടം പോലെ ഗൂഗിളിൽ നമുക്ക്. പക്ഷെ എമൗണ്ട് നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യുന്നത് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ ഇതിന് സെർച്ച് ചെയ്യുന്നത് നോക്കിയാൽ ഇത് ഒരു നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുന്നതിന് മുമ്പേ ആൻസറുകളൊക്കെ വന്നു കഴിയും. അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. അതായത് നമ്മളൊരു പോളിസി ചെയ്യുമ്പോഴത്തേനും ഞാൻ ഒത്തിരി പോളിസികൾ എഴുതാറുണ്ട്, ഹാൻഡ് ബുക്കുകൾ റീറൈറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇത് ചാറ്റ് GPT ഇട്ട് നമ്മുടെ ഈ ലീഗൽ പർപ്പസുകളുണ്ടല്ലോ, ഓരോ പർപ്പസ് അനുസരിച്ച് എഴുതുന്നത് കറക്റ്റ് ആണോ എന്ന് അത് ചാറ്റ് GPTയിലോട്ട് നമ്മൾ അത് അവർ കൺവേർട്ട് ചെയ്ത് തരും. പക്ഷെ നമ്മളിതൊന്ന് റിവ്യൂ ചെയ്യണം. ചിലപ്പം അവർ ദ വേ ചാറ്റ് GPT അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ പറയുന്ന പോലെ ഉണ്ടായിരിക്കുകയല്ല. സോ ഓഫ് കോഴ്സ് പ്രൂഫ് റീഡിങ് നീഡഡ് ആണ്. പക്ഷേ ചാറ്റ് GPT നിങ്ങളുടെ സമയം, അതുപോലെ നമ്മൾ രണ്ട് കമ്പനികൾ തമ്മിൽ അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഏത് കമ്പനിയിൽ വേണം അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ ഏതിൽ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ചോദിച്ചാൽ അവർ അതിൻ്റെ പ്രോൺസും കോൺസും പറഞ്ഞു തരും. സോ ഓഫ് കോഴ്സ് ദ ഡിസിഷൻ നമ്മളാണ് എടുക്കുന്നത്. സോ ചാറ്റ് GPT ഇതിനൊക്കെ യൂസ് ചെയ്യും. അപ്പം നിങ്ങളെ ഡേ ടു ഡേ ഇപ്പോൾ ഏതൊരു ജോലിക്കാരാണെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ പർപ്പസിന് നിങ്ങൾക്കും ചാറ്റ് GPT യൂസ് ചെയ്യാം. ചാറ്റ് GPT യൂസ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞുതരാം. യൂസ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ നോർമലി സ്റ്റുഡൻസ് ഇവിടെ പേപ്പർ സബ്മിഷനൊക്കെ ചാറ്റ് GPT യൂസ് ചെയ്താൽ ചാറ്റ് GPT ട്രാക്കേഴ്സ് വെച്ച് അവർ ഫൈൻഡ് ചെയ്യും. അതുപോലെ റെസ്യൂമേസ് ഇട്ട ചാറ്റ് GPT ഫൈൻഡേഴ്സ് കൊണ്ട് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തേനൊന്ന് യൂസ് ചെയ്ത് അല്ലാതെ നമ്മൾ ഡേ ടു ഡേ നമ്മുടെ ആവശ്യങ്ങൾ ഒരു പ്രൊഫഷണൽ വേയിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ ചാറ്റ് GPT നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഹോപ്പ് ദിസ് ഹെൽപ്പ്.